ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീൽ ചെയർ ഫുള്ളി തുരുമ്പെടുത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു വീൽ ചെയർ കൊടുന്നിട്ട് അത് ഫുൾ പെയിൻ്റ് അടിച്ച് പുതിയ രൂപത്തിലാക്കി കുട്ടപ്പനാക്കിയിട്ട് ഫ്രഷായിട്ട് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. നന്നായിട്ട് തുരുമ്പെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായൊരു വീൽ ചെയർ ആയിരുന്നു. തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. നല്ല തുരുമ്പുട്, നന്നായിട്ട് കച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുന്നിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തു. നല്ല പെയിൻറ്റ് ചെയ്തിട്ട് ഉണ്ടാവും, ബ്രേക്ക് സെറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു പുതിയ വീൽ ചെയർ, ഫ്രഷ് വീൽ ചെയർ എങ്ങനെയാണോ നമ്മൾ വാങ്ങിക്കുക ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫുൾ സെറ്റ് വീൽ ചെയർ ആക്കിയിട്ട് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഇതുപോലത്തെ വീൽ ചെയറുകൾ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ട് പുതിയ വീൽ ചെയറായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അതിനൊരു സർവീസ് ചാർജ് മാത്രമാണ് ഉണ്ടാവുക, പെയിൻ്റ് അടിക്കുന്നതും മറ്റൊക്കെ ചിലവുകളായിട്ട്. അപ്പോൾ ആരെങ്കിലും കയ്യിൽ ഇത്തരം വീൽ ചെയറുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുണ്ടെങ്കിൽ നമ്മളെ ഫ്രീഡം ലൈഫുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മളെ സർവീസർ നിങ്ങളെ വീട്ടിൽ വരികയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും ചെയ്യും. മോട്ടറാണ് ഈ കാണുന്നുണ്ട്, ഈ രൂപത്തിലാണ് ഇതുള്ളത്. ഇതൊക്കെ ഇനി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളതിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ഒരു രൂപത്തിൽ കംപ്ലീറ്റ് കച്ചറയാണ്. അപ്പോൾ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീൽ ചെയർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ ഇട്ട് തുടച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതെന്താ പറയുക, ഇത് നമ്മളെ വീൽ ചെയറിൻ്റെ മഡ് ഗാർഡാണ് കേട്ടോ. ഈ രണ്ടെണ്ണം മഡ് ഗാർഡാണ്. ഇത് രണ്ടും നമ്മളെ വീൽ ചെയറിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ്. കണ്ടോ, ഇത് ഇങ്ങനെ ഇതേപോലെയാണ് നമ്മളിത് ബ്രേക്ക് ചെയ്യുന്നത്. കണ്ടോ, ഈ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ഒരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തുരുമ്പെടുത്ത സാധനമൊക്കെ പെയിൻറ്റ് നല്ല വരുതി പെയിൻറ്റ് അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല സ്പ്രേ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ബാക്ക് റെസ്റ്റിൻ്റെ ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിനി അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫുൾ വീൽ ചെയറായിട്ട് മാറ്റാനാണ് പോകുന്നത്. കണ്ടോ, അതുപോലെ കണ്ടോ നമ്മളുടെ ഫ്രണ്ട് വീല് കറങ്ങുന്ന ഫോർക്ക് കണ്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഇവിടെ ഒരു ബെയറിങ്ങും ഇവിടെ ഒരു ബെയറിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ ബെയറിങ്ങൊക്കെ പലപ്പോഴും വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിതൊക്കെ ഈ ടോപ്പ് ഊരിയിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്തുള്ള ബെയറിങ്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ബെയറിങ് മാറ്റുക. ഈ ബെയറിങ്ങോ പോയി കഴിഞ്ഞാൽ വീൽ ചെയർ ഒരു സൈഡിലേക്ക് മാത്രം മൂവ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെയറിങ്ങൊക്കെ മാറ്റി കഴിഞ്ഞാൽ ആ വീൽ ചെയർ വീണ്ടും നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് മോട്ടർ ഇതാ 250 വാട്ട്സിൻ്റെ രണ്ട് മോട്ടർ നമ്മൾ നന്നായിട്ട് കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കച്ചറൊക്കെ കളഞ്ഞ് ഡീസലൊക്കെ ഇട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ കാണുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്ന് 4 പിൻ പ്ലഗാണ് ഇതിൽ വരുന്നത്. കണ്ടോ, ഈ പിന്നകത്തൊക്കെ നന്നായിട്ട് പൊടി കയറി കഴിഞ്ഞാൽ നമുക്കത് വീൽ ചെയർ മൂവിങ്ങിന് പ്രയാസങ്ങൾ വരും. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കൊക്കെ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ എന്തെങ്കിലും പൊടിയോ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ അഴിച്ചിട്ട് ക്ലീൻ ചെയ്താൽ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിസ്റ്റിക്കിൻ്റെ പിന്നത് ഊരിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ രണ്ട് മോട്ടറും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെയൊക്കെ നന്നായിട്ടൊരു കറ പിടിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും പോകത്തില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വീൽ ചെയർ ഉപയോഗിക്കുന്നവരൊക്കെ ഒരു മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വീൽ ചെയറിന് പൊടി തട്ടിയിട്ട് ക്ലീൻ ചെയ്യാം. ആ പൊടി ഇങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ഈ തുരുമ്പ് പോലത്തെ സംഭവം വരുന്നത്. അപ്പോൾ പിന്നീട് നമുക്കത് കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ വീൽ ചെയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് അഴിച്ച് പെയിൻറ്റിനോ കൊടുക്കുമ്പം ഇതിൻ്റെ സ്ക്രൂസ്, അതുപോലെ തന്നെ നെറ്റ്, ബോൾട്ട്, പാർട്സുകളെല്ലാം ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കണം. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാ സ്ക്രൂസും അഴിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഫിറ്റ് ചെയ്യുമ്പം എല്ലാം കറക്റ്റ് സ്ഥലത്ത് കൊടുന്ന് വെക്കുക. നമ്മളെ മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ മോട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് വീല്, അതുപോലെ തന്നെ ബ്രേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അടുത്ത് കൊടുന്ന് വെക്കുക. അതുപോലെ നല്ല സ്ഥലം കണ്ടെത്തുക, പിന്നെ പെയിൻറ്റ് ഇളകി പോകാത്ത രൂപത്തിലുള്ള സ്ഥലം കണ്ടെത്തുക. അതിനുശേഷം ഫിറ്റിങ് തുടങ്ങും. അപ്പോൾ നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യാണ്. എല്ലെങ്കിൽ ആണ് ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ക്രൂ ആണ് വേണ്ടത്. അതുപോലെ തന്നെ നെട്ടും ബോൾട്ടൊക്കെ വേണം. 10ൻ്റെ സ്പാനറും എല്ലെങ്കിയാണ് ഇതിന് ഉപയോഗിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ടൂൾസ് എപ്പോഴും നമ്മൾ കയ്യിൽ വേണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് മോട്ടർ നമ്മളതിൽ വെച്ചിട്ടുണ്ട്. അതിന് നെട്ടും ബോൾട്ടൊക്കെ ഇതാ ഫിറ്റ് ചെയ്യണം. ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം.
ലൂസ് ഉണ്ടാവാൻ പാടില്ല. കാരണം മോട്ടോർ വീൽ ചെയറാണ്. അപ്പോൾ ഇത് ഔട്ട്ഡോറൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. നല്ലോണം ടൈറ്റ് ചെയ്യാം. 4 സ്ക്രൂ ആണ് ഒരു മോട്ടറിൽ വരിക കേട്ടോ. ആ 4 സ്ക്രൂവും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഈ കാണുന്ന പോലെയാണ് മോട്ടർ ഫിറ്റ് ചെയ്യുക. ഈ കാണുന്ന ഭാഗത്ത് ആണ് മോട്ടർ ഫിറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആർക്കും ചെയ്യാൻ പറ്റും. കുറച്ചൊരു ഐഡിയപരമായിട്ട് ചിന്തിക്കുന്ന ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മോട്ടറിൻ്റെ ആക്സിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അതിലൊരു തുരുമ്പ് വന്ന പോലെ കാണാണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് അഴിച്ചിട്ട് ശരിക്കും ഇതിൻ്റെ അകത്ത് കച്ചറ കുടുങ്ങിയിട്ടൊക്കെ വീല് ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ കുറേ കാലമായിട്ട് കളയാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ മോട്ടോർ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ക്ലാസ് കൂടിയാണ് ഈ ഒരു വീഡിയോ. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് മോട്ടോർ വീൽ ചെയർ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്ക്രൂവും ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഇളകാൻ പാടില്ല, ലൂസ് ഉണ്ടാവാൻ പാടില്ല. ലൂസ് ഉണ്ടായി കഴിഞ്ഞാൽ മോട്ടോർ വീൽ ചെയർ സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ലൂസായിട്ട് മോട്ടോർ അഴിഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ജാക്കി ഉണ്ടെങ്കിലേ ഒന്നുകൂടി സുഖമാവും. കാരണം നമുക്ക് ഈ നെട്ടും ബോൾട്ടൊക്കെ അടിയിൽ നിന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഹൈറ്റിൽ എന്തെങ്കിലും കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ സുഖമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക. 2 മോട്ടറിൻ്റെ ഭാഗങ്ങളിലും ഇതേപോലെ ഒരു ഹൈറ്റിൽ മരത്തിൻ്റെ അല്ലെങ്കിൽ തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ സുഖമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 സ്ക്രൂ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടാവും. ഇതേപോലെ ടൈറ്റ് ചെയ്യുക. അപ്പുറത്തൊരു 10-ൻ്റെ സ്പാനറും ഇപ്പുറത്തൊരു എല്ലെങ്കിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ അത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ഇപ്പുറത്തെ സൈഡിലത്തെ മോട്ടർ ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാണ്. ഇത് ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ഐഡിയപരമായിട്ട് ചിന്തിക്കുന്ന ആർക്കും സിമ്പിളായിട്ട് അഴിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ നിങ്ങളെ സ്പോട്ടിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് പോരും. വീൽ ചെയർ കംപ്ലീറ്റ് ക്ലീനിങ് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സ് അഴിച്ചിട്ട് നമ്മൾ ഗ്രീസ് മാറ്റും. അതുപോലെ തന്നെ ബെയറിങ്സ് പോയതുണ്ടെങ്കിൽ ബെയറിങ്സ് മാറ്റും. അങ്ങനെ വീൽ ചെയറിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള, അപ്പോൾ ഇതിനകത്തൊക്കെ മുടിയും കാര്യങ്ങളൊക്കെ കൂടെ കുടുങ്ങിയാൽ മോട്ടറിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ അതൊക്കെ 2 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ സർവീസ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്രീഡം ലൈഫായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് സർവീസ് തരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വീൽ ചെയർ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ വീൽ ചെയർ 2-3 വർഷം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പോകും. കാരണം ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ പലചക്രങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ മോട്ടർ ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ നല്ല പൈസക്ക് ചിലവുണ്ടാവും. അപ്പം സർവീസ് എന്ന് പറയുമ്പോൾ 2500 രൂപയൊക്കെ ആണ് നമുക്ക് ചിലവ് വരത്തുള്ളൂ. അപ്പോൾ അത് ഗ്രീസ് മാറ്റലും കാര്യം ബെയറിംഗ് ക്ലീൻ ചെയ്യലും എല്ലാം കൂടി എത്ര വരുള്ളൂ. പക്ഷേ മോട്ടർ പോയി കഴിഞ്ഞാൽ 35,000-40,000 രൂപയോളം നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മോട്ടറൈസ്ഡ് വീൽ ചെയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോട്ടറും റൈറ്റ് മോട്ടറും ഫിറ്റ് ചെയ്തിട്ടോ. കണ്ടോ, ഈ കാണുന്ന പോലെ ബാക്കിൽ കണ്ടോ 2 മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഫിറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. മഡ് ഗാർഡാണ് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെളിയൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മഡ് ഗാർഡാണ്. അത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അത് സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മഡ് ഗാർഡ് വെക്കാനായിട്ടുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. ഇതിലാണ് സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അഴിച്ചെടുക്കുമ്പോൾ നല്ല സ്പാനറും കാര്യങ്ങളൊക്കെ ടൂൾസ് കറക്റ്റ് വേണം. എങ്കിൽ മാത്രമാണ് നമുക്കതൊക്കെ പണിയെടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ ടൂൾ വെച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രെഡ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വേണ്ടാമെന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഇത് നമ്മൾ സ്ക്രൂ അഴിക്കുമ്പം ഓരോ ഭാഗത്തു നിന്നും അഴിക്കുന്ന സ്ക്രൂ ഏതാണെന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം സ്ക്രൂ മാറിപ്പോയി കഴിഞ്ഞാൽ ഹോൾ വലുതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്ന് അഴിക്കുന്ന സ്ക്രൂ ആണെന്ന് ശരിക്കും മാർക്ക് ചെയ്തിട്ടൊക്കെ കെട്ടി വെക്കണം. അപ്പോൾ മാത്രമാണ് കറക്റ്റ് സ്ഥാനത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മഡ് ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ആ സൈഡത്തെ മഡ് ഗാർഡ് ഫിറ്റ് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡത്തെ കൂടി ഫിറ്റ് ചെയ്യാൻ പോവാണ്. ടൂൾസും നമ്മൾ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത്തരം പ്രോഗ്രാമുകൾക്ക് നമ്മൾ നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടുപോകും. കാരണം ഇടയ്ക്ക് വെച്ച് ടൂളില്ലെങ്കിൽ അഴിച്ച സ്ക്രൂ തിരിച്ചിടാനായിട്ട് പ്രയാസപ്പെടും. ഇതിൻ്റെ ഇവിടെ സ്ക്രൂവും ഇവിടെ നെട്ടും ബോൾട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഫ്രണ്ടിൽ വീലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് വീല് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെയറിങ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ മാറ്റി വെക്കണം.
അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കി വെക്കുക. അതിനുശേഷം പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് വീല്. ഇതാണ് ഇതിൻ്റെ ബെയറിങ്സ് വരുന്നത്. ഇവിടെ ഒരു ബെയറിംഗ് സ്പേസറോട് കൂടിയിട്ടുള്ള ബെയറിംഗ് ആണ് വരിക. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് നോക്കുക. തുരുമ്പെടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബെയറിങ്സ് മാറിയിടണം, അല്ലെങ്കിൽ പിന്നെ ഓടിക്കുമ്പോൾ വീണ്ടും പ്രശ്നമാവും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മുടി കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ വീല് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇതിന് 13ന്റെ സ്പാനറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 6ന്റെ എല്ലെങ്കിലും വേണം. ഈ വശത്ത് എല്ലെങ്കിലും ഈ വശത്ത് സ്പാനറാണ് വരിക. അങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക. ശരിക്കും നമ്മളിതിന് മങ്കി സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനും സ്പാനറിന് പകരം മങ്കി സ്പാനർ ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ നന്നാവും. അപ്പോൾ നമ്മളൊരു സൈഡത്തെ വീല് ഫിറ്റ് ചെയ്തു. വീല് നമ്മൾ നോക്കുക, പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരതുണ്ടോ നോക്കണം. ഒരതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ആ വീല് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഈ സൈഡത്തെ വീല് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ശരിക്കും 2 ആൾ വേണം കേട്ടോ. കാരണം ഒന്ന് പിടിക്കുക, ഒന്ന് ഹെൽപ്പ് ചെയ്യൊക്കെ വേണമെങ്കിൽ ഒരാൾ കൂടി ഉണ്ടെങ്കിലാണ് കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ബെയറിങ്സിൻ്റെ അകത്ത് കൂടെ ഇട്ടിട്ട് പുറത്ത് വന്ന് നമ്മൾ ബോൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് വരണം. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെട്ടും ബോൾട്ടും മുറുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിടിച്ചു തരാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഹാപ്പി നല്ലതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇട്ടിൻ്റെ ശേഷം എവിടെയെങ്കിലും ജാം ആവുന്നുണ്ടോ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ജാം ആവുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏകദേശം 2 വീലുകളും നമ്മൾ സെറ്റാക്കി. ഈ വീല് നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെയറിങ്സിൻ്റെ ഉണ്ടോ, ഇവിടെയാണ് മുടിയും നൂലോ കുടുങ്ങാനായിട്ട് ചാൻസ്. അപ്പോൾ ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ വീൽ ചെയറിൽ ശ്രദ്ധിക്കുക ഇവിടെ കച്ചറ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. അത് ബെയറിങ്സിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 2 വീലുകളും ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഫ്രീ ആയിട്ട് കറങ്ങണം 2 വീലും. എന്നാലാണ് കംപ്ലീറ്റ് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. ജാമായി പിടുത്തം വരുന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് കുറവായിട്ടാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കുക. പണിക്കാർക്ക് ചായ ഉണ്ട് വരികയാണ് ചായക്കടക്കാർ. അപ്പോൾ നമ്മൾ 2 മോട്ടർ ഫിറ്റ് ചെയ്തു, ഫ്രണ്ടത്തെ വീലൊക്കെ ഫിറ്റ് ചെയ്തു. ഈ കാണുന്ന പോലെ സെറ്റപ്പിലാക്കി. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ, ബാക്കത്തെ വീലാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഇവോക്സ് 105ന്റെ ബാക്ക് വീലാണ്. ഇത് നന്നായിട്ട് കച്ചറായിട്ട് ചെളിയായിട്ടായിരുന്നു. ഇത് നമ്മൾ കാറൊക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് വെള്ളമടിച്ച് കെമിക്കലിട്ട് കഴുകി കൊടുക്കുന്നതാണ്. എന്നാലും ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളൂ. കളർ വന്നിട്ടില്ല. ഒന്നുകൂടെ കളർ വരണമെങ്കിൽ 2 ദിവസമൊക്കെ കെമിക്കൽ ഇട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും ഈ രൂപത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യാണ്. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 13ന്റെ ടീ സ്പാനറാണ് വേണ്ടേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഹോൾ നെറ്റാണ്. അപ്പോൾ അതൊന്നും കളയരുത്. കളഞ്ഞാൽ പിന്നെ നമുക്ക് കടയിൽ ചിലപ്പോൾ കറക്റ്റ് നെറ്റ് വാങ്ങിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല. ഇതിനകത്തേക്ക് കയറി പോകുന്ന ടൈപ്പ് നെറ്റാണ് ഇതിന് വരിക. ഓക്കെ, 13ന്റെ സ്പാനറാണ് അത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇതിന്റെ സെറ്റിങ്സ് ആണ്. 2 വീലിന്റെയും കൂടിയും പാർട്സുകളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കളയാൻ പാടില്ല. അതിന്റെ ഓരോ സംഭവങ്ങളും ഇത് മോട്ടറൈസ്ഡ് മോഡിലേക്കും മാനുവൽ മോഡിലേക്കും ഒക്കെ മാറ്റാനായിട്ട് ഉള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒന്നും മിസ്സാവരുത്. കണ്ടോ, ഈ കാണുന്നതാണ് ഇതിൻ്റെ നെറ്റ്. കണ്ടോ, ഈ കാണുന്നത് ഇതിൻ്റെ നെറ്റാണ്. ഇതിൻ്റെ ഷാഫ്റ്റ് കീ ആണ്. ഇത് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ആണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മോട്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടോ. കാരണം വീലിൻ്റെ ഒരു ഹൈറ്റിലേക്ക് വരണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരാളിങ്ങനെ പൊക്കി വെക്കണം. ഈ കാണുന്ന പോലെ എന്ത് ചെയ്യുക, വീല് കറക്റ്റ് നമ്മൾ ആക്സിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. നമ്മൾ ആക്സിലേക്ക് കറക്റ്റ് ഇതിനൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ വീല് കയറ്റി വെച്ചെടുക്കുക. വീല് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ജസ്റ്റ് കണ്ടാൽ മതി, പുതിയ വീൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയിട്ട് ആ പഴയ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ വീൽ ചെയറിൻ്റെ എല്ലാ സർവീസും എല്ലാ സംഭവങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിലെ വീഡിയോസോ കാണുക,
വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ വീല് വിറ്റുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കയറുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു മരത്തിൻ്റെ പീസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ടിയൊക്കെ വരും കേട്ടോ. കാരണം ആക്സിൽ തുരുമ്പുണ്ടെങ്കിൽ കയറാൻ നല്ല പണി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ചെറിയ ഓയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മരത്തിൻ്റെ പീസ് എന്തെങ്കിലും വെച്ച് അടിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുക. ഇതേപോലെ തട്ടിയിട്ട് കയറ്റുകയാണ് ചെയ്യുക. ഓരോ സ്കൂളും കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും ആ ആക്സിൽ ഇതേപോലെ പുറത്തേക്ക് വരും. കംപ്ലീറ്റ് ടയർ കയറി നിൽക്കണം. ഇതേപോലെ ആക്സിൽ ഈ കാണുന്ന പോലെ ആക്സിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതുവരെ നമ്മൾ ടയർ കയറ്റി വെക്കണം. അപ്പം നമ്മൾ ആ ടയർ കറക്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ടയർ നമ്മളൊന്ന് കറക്കി നോക്കുക, എവിടെയെങ്കിലും ജാമുണ്ടോ ഒരതിലുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക. കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ ഷാഫ്റ്റിക്ക് ഇടണം. ഷാഫ്റ്റിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മളെ വീല് ലോക്ക് ആവില്ല. അപ്പോൾ ഷാഫ്റ്റിക്ക് ഒക്കെ എങ്ങനെ ഇടുക എന്നുള്ളത് പഴയ വീഡിയോയിലുണ്ട്, അത് കണ്ടിട്ട് വരെ കറക്റ്റ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീലിൻ്റെ ഓരോ സംഭവങ്ങളും ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഷാഫ്റ്റിക്ക് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ആ ലോക്ക് നമ്മൾ കറക്റ്റ്, ഇതിങ്ങനെ അടിയിലേക്കാണ് അതിൻ്റെ ആ ലോക്കിൻ്റെ സംഭവം വരിക കേട്ടോ. അത് കറക്റ്റ് നോക്കിയിട്ട് വേണം. മേളിക്കായി കഴിഞ്ഞാൽ അത് ലോക്ക് ആവത്തില്ല. അപ്പോൾ ഈ പഴയ വീൽ ചെയർ ആവുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഈ തുരുമ്പിൻ്റെ അംശം ഉണ്ടാവുകൊണ്ട് തന്നെ കയറാൻ പണി. പുതിയത് നല്ല ക്ലീൻ ആണെങ്കിൽ സ്മൂത്തായിട്ട് തന്നെ കയറിപ്പോക്കോളും. ഈ കാണുന്ന പോലെയാണ് ഫസ്റ്റ് നമ്മളതിൻ്റെ ആക്സിലേക്ക് ലോക്ക് ഇടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ലോക്ക് കൂടി ഉണ്ട്, നമ്മൾ വലിച്ചിടുന്ന ലോക്ക്. അപ്പോൾ അതിട്ടു. ഇനി അതിൻ്റെ സ്പ്രിങ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്ഷൻ വരുന്നതിന് സ്പ്രിങ് വരുന്നുണ്ട്, അത് ഇടാൻ പോവാണ്. അത് ഇട്ടതിന് ശേഷം നമ്മൾ വാഷറോട് കൂടിയിട്ടുള്ള നമ്മുടെ നെറ്റ് അതിനകത്തേക്ക് ഇട്ട് തിരിച്ച് മുറുക്കുകയാണ് ചെയ്യുക. 13-ന്റെ ടീ സ്പാനർ, ഇതുപോലത്തെ സ്പാനർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതേപോലെ തിരിച്ചു മുറുക്കുക. അപ്പം നമ്മൾ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞു. ഇത് വലിച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യാനൊക്കെയോ ചെയ്ത് നോക്കാനുണ്ട് ആദ്യം. കാരണം അപ്പം റിലീസായി. ഇത് ലോക്ക് ചെയ്യുമ്പോൾ ലോക്ക് ആവണില്ലേ നോക്കുക. അപ്പം ലോക്കായി, കണ്ടോ? ലോക്കായി കഴിഞ്ഞാൽ തിരിയത്തില്ല. ഇനി അതിൻ്റെ നമ്മളുടെ കുഷ്യൻ ഇട്ട് കൊടുക്കുക. ഈ കുഷ്യനൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടും. ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിനൊക്കെ ഫ്രീഡം ലൈഫായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ സൈഡത്തെ വീൽ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ മറ്റേ സൈഡിലേക്ക് പോവാണ്. ഇനി ഈ സൈഡിലെ വീല് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്യാനായിട്ട് ഒരാൾ മാത്രമാണെങ്കിൽ ഇത്തരം പൊടിക്കൈകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത് ഹൈറ്റ് കൂട്ടി വെച്ചാൽ മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ വീൽ ചെയർ എന്ത് ചെയ്യണം, കിടത്തിയിട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഈ പെയിന്റ് അടിച്ചൊക്കെ അപ്പോൾ ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മരത്തിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ വെച്ച് കൊടുത്താലും നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ സർവീസറെ ഐഡിയ പോലെയാണ് ഇരിക്കുക. ഇത്രയും ഹൈറ്റിലേക്ക് വെച്ചാൽ മാത്രമേ നമുക്ക് ടയറിൻ്റെ ഹൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്ര ഹൈറ്റിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ വീല് ഫിറ്റ് ചെയ്യണം. ഇതിനകത്ത് 2 ബെയറിങ്സ് ആണ് വരിക കേട്ടോ. 2 ബെയറിങ്സ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെയറിങ്സ് മാറ്റണം. 6903 എന്നുള്ള അളവിലുള്ള ബെയറിങ്സ് ആണ് നമ്മൾ ബെയറിംഗ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ബെയറിങ്സ് വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും നല്ലത് SKFന്റെ ബെയറിംഗ് ആണ്. കുറച്ച് വില കൂടിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബെയറിങ്സ് കിട്ടും, വാഷറൊക്കെ ഉള്ള ബെയറിങ്സ് കിട്ടും. അപ്പോൾ ഈ വീല് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തു. ഇതുണ്ടോ, ഇത്രയും ഭാഗം 1 ഇഞ്ചോളം ആക്സിൽ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കണം. ഇനി അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ വീലിടുമ്പോഴേ ഈ 2 ബെയറിംഗ്, ഇതിനകത്ത് അപ്പുറത്തൊരു ബെയറിംഗും ഇപ്പുറത്തൊരു ബെയറിംഗും, അതിൻ്റെ സെൻറ്ററിൽ ഒരു ബെയറിംഗ് സ്പേസർ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആക്സിൽ കൊണ്ട് കയറ്റുമ്പം അത് കുടുങ്ങി പോയി കഴിഞ്ഞാൽ ആക്സിൽ പുറത്തേക്ക് വരില്ല. അപ്പം ഇതൊരു റിമ്മാണ്, കണ്ടോ? ഈ റിമ്മിനകത്ത് കണ്ടോ ഇതേപോലെ ഒരു ബെയറിംഗ് സ്പേസർ അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഈ ആക്സിൽ കയറ്റുമ്പോൾ ഇത് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ എന്താവും, ആക്സിലോട്ട് തടഞ്ഞു നിൽക്കും. അപ്പം അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് എന്താക്കാനായിട്ട്, കണ്ടോ ഈ കാണുന്ന പോലെ. അപ്പം അത് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമുള്ള ആക്സിൽ കയറി വരിക. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വീലിടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക എവിടെയെങ്കിലും ജാം ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ലോക്കും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. എല്ലാ പാർട്സും ഒന്ന് ഡീസൽ ഇട്ട് കഴുകുക.
കുറച്ച് ഡീസലൊക്കെ വാങ്ങിയിട്ട് അതിലിട്ട് വെക്കുക ഒരു ദിവസമൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നെടുത്ത് കഴുകി കഴിഞ്ഞാൽ അത്യാവശ്യം തുരുമ്പിൻ്റെ കറയും കാര്യങ്ങളൊക്കെ നമുക്ക് പോകും. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റണം. വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സിനോ ആർക്കും സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ വീലുകളൊക്കെ കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെ നൂലും മുടിയൊക്കെ കുടുങ്ങിയിട്ട് പിന്നെ അത് ഒരിക്കലും നമുക്ക് ബാക്കപ്പ് കിട്ടാത്ത രൂപത്തിൽ, തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ പിന്നെ നമ്മൾ പുതിയ വീൽ ചെയർ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലും നമ്മളിത് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് കുറേ കാലം ലോങ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും. ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാർട്സ് ഇടാൻ മറന്നു പോയിട്ട് തിരിച്ചഴിച്ചിട്ട് ആ പാർട്സ് ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വീൽ ചെയറാണ്, മോട്ടോർ വീൽ ചെയറാണ്, ഓടിക്കുമ്പം ഇതൊക്കെ ഊരിപ്പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തപ്പോൾ ഒരു വാഷർ ഇടാൻ മറന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു വാഷർ വരുന്നുണ്ട്, ഒരു ലോക്ക് വാഷർ വരുന്നുണ്ട്. ആ വാഷർ ഇട്ടിട്ട് വേണം ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഊരി വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴും ഇല്ലേ നോക്കണം. ഫുള്ള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പാർട്സ് ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീൽ ചെയർ ഓടിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് തിരിയണം. ആ വാഷർ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ടൈറ്റ് ആയിരുന്നു, ഇപ്പോൾ അത് എന്തായി, ഫ്രീ ആയി. അപ്പോൾ ടീ സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നന്നായി ടൈറ്റ് ചെയ്യാം. അതിനാണ് ടീ സ്പാനർ ഉപയോഗിക്കണമെന്ന് പറയാം. മറ്റേ സ്പാനർ ഇതിനകത്ത് കൊള്ളത്തില്ല, അതിനകത്ത് ചെല്ലൂല. അതുകൊണ്ട് ടീ സ്പാനർ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്ക് വീലും ഫ്രണ്ട് വീലും എല്ലാ സംഭവങ്ങളും വെച്ച് ഫിറ്റ് ചെയ്തു കേട്ടോ. ഈ രൂപത്തിൽ നമ്മളെ വീൽ ചെയർ ഏകദേശം ഒരു രൂപത്തിലേക്ക് വന്നു. നേരത്തെ നിങ്ങൾ ഫ്രെയിം മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചത് കേട്ടോ. കാരണം ബ്ലാക്ക് ആകുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുന്നത്. ഗ്രേ കളർ ആയിരുന്നു ആദ്യം, അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കി, കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി. ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ രണ്ട് ബാക്ക് വീലും മോട്ടറും ഫ്രണ്ട് വീലും എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിരുത്തിക്കണം ഉണ്ടോ. ഈ കാണുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ കുഷ്യനും അതുപോലെ തന്നെ ജോയ്സ്റ്റിക്കും ബാറ്ററിയും ഒക്കെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വർക്കിംഗ് ടേബിളിലുള്ള പ്രോഗ്രാം കഴിഞ്ഞു. ഇനി താഴത്തേക്ക് ഇറക്കി വെക്കണം കുഷ്യനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീൽ ചെയർ താഴേക്ക് ഇതേപോലെ നമ്മൾ ഇറക്കി വെക്കുക. നല്ല സ്പേസ് ഉള്ള നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. കാരണം മണ്ണും ചെളിയൊക്കെ ഉള്ള സ്ഥലത്താകുമ്പോൾ നമ്മൾ നെട്ടും ബോൾട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഓരോ സംഭവം ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ അതിൻ്റെ സ്ക്രൂ നമ്മളൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് വെക്കുക. എത്ര സ്ക്രൂ ഉണ്ട് വെച്ചാൽ അത് എണ്ണി തന്നെ എടുക്കണം. കാരണം സ്ക്രൂ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതവിടെ ഒരു കുറവ് തന്നെ ആയിരിക്കും. കാരണം മോട്ടോർ വീൽ ചെയർ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. പല രൂപത്തിലുള്ള നെട്ടും ബോൾട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും. പിന്നെ കമ്പനിക്ക് വിളിച്ച് അവിടെ നിന്നൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഊരിയിട്ട് കുറച്ച് ഡീസലൊക്കെ വാങ്ങി അതിലിട്ട് വെച്ച് ക്ലീൻ ചെയ്ത് കുറച്ച് ഓയിലൊക്കെ അടിച്ചിട്ട് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ രണ്ട് ബാക്ക് റെസ്റ്റ് ആണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് റെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന എല്ലാ ഭാഗങ്ങളും വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മളെ ബാക്ക് റെസ്റ്റ് മടക്കാനായിട്ടുള്ള സംഭവമാണ് കേട്ടോ. കണ്ടോ, ആ അമർത്തി കഴിയുമ്പോൾ നമ്മളെ ബാക്ക് റെസ്റ്റ് മടങ്ങി വരുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നമ്മൾ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എവിടുന്ന് ഊരി എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് മാറ്റി വെക്കുമ്പം പോകാത്ത രൂപത്തിൽ മാറ്റി വെക്കുക തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ ടൈറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ വലിച്ചു വിടുക ആണോ. ഇതേപോലെ ആക്ഷൻ വേണതിന്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളത് തുരുമ്പെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് വിളിച്ചിട്ട് ആ പാർട്സ് വരുത്തണം, എന്നിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വീൽ ചെയർ നമ്മളിതാ നിവർത്തി വെച്ചേക്കാണ്. ഇനി ഒരു ബാക്ക് റെസ്റ്റ് ഇവിടെയും ഒരു ബാക്ക് റെസ്റ്റ് അവിടെയും ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ കുഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മൾ ലോണ്ടറിലോ കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് നന്നായിട്ട് അലക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മൾ ബാക്ക് റെസ്റ്റ് ഇതേപോലെ കയറ്റുക. അതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ഇവിടെ കൊടുന്ന് കയറ്റണം. നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഊരുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. ഈ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് റെസ്റ്റ് കയറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, ഈ ആംറെസ്റ്റ് രണ്ടും അഴിക്കണം. കാരണം ആ കുഷ്യൻ്റെ ഒരു ഭാഗം അതിനകത്തേക്ക് പോകാനായിട്ടുണ്ട്.
അപ്പോൾ ഈ ഇത് നെട്ടും ബോൾട്ടും അഴിച്ചിട്ട് നമ്മൾ ആംറസ്റ്റ് റിമൂവ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം ചില കുറേ വാഷറുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷർ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഓരോ പൈപ്പിൻ്റെ ആകൃതിയിലാണ് അത് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കി നോക്കുക, ആദ്യം ഫോട്ടോസ് എന്തെങ്കിലും എടുത്ത് വെക്കുക. ഇതേപോലെ ഉണ്ടാവും, ഇതേപോലെ ഈ ആകൃതിയിലൊക്കെയാണ് ഇത് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ നമ്മൾ 2 ആംറസ്റ്റും അയച്ചെടുത്തു. ഇനി നമ്മളെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷൻ അതിൻ്റെ ആ ചെറിയൊരു ഭാഗം അതിനടിയിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുക. ഇതേപോലെ ഇത് ചില മാനുവൽ വീൽ ചെയറും ഇതേപോലെ ചെയ്യാനുണ്ടോ. കാരണം ബാക്ക് റെസ്റ്റ് മടക്കുന്ന മാനുവൽ വീൽ ചെയറുകൾക്കും ഇതേപോലെ അഴിച്ചെടുത്തിട്ട് വേണം. അതിൻ്റെ കുഷനൊക്കെ നമുക്ക് ഇതേപോലെ അപ്പോളിസ്ട്രി വർക്കൊക്കെ കീറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ തൊട്ടടുത്തുള്ള അപ്പോളിസ്ട്രിക്കാരുടെ അടുത്ത് പോയിട്ട് കുഷൻ ഇതേപോലെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മളിതൊക്കെ ഊരി മാറ്റിയതിന് ശേഷം ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഫിറ്റിംഗ് വരിക. അതുപോലെ തന്നെ ഊരിയെടുത്ത് കറക്റ്റ് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത അതേ അളവിന് നമുക്ക് എന്ത് ചെയ്യും, അടിച്ചു കിട്ടും. കാരണം ഇതോ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ, പാർട്സ് വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു ചിലവ് വരും. ഇത് നമ്മളെ ലോക്കലി നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ ചെറിയൊരു പൈസ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്തു. ഇനി കാണുന്ന നമ്മളുടെ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പം ഈ നെട്ടും ബോൾട്ടും വാഷറോ കറക്റ്റ് ഇടണം. കാരണം അത് സ്മൂത്തായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാഷറൊന്നും പോകരുത്. ഇവിടെ ഒരു വാഷറൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള സ്പേസറും അതിനകത്ത് ഇട്ടിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 2 ബാക്ക് റെസ്റ്റും ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് മടക്കം നിർത്തും ചെയ്തേ. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടാവും, കാരണം പുതിയ പെയിൻറ്റിങ് ആയ കാരണം ശരി ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഇട്ട് ശരിയായി കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അതേപോലെ കണ്ടോ, ബാക്ക് റെസ്റ്റ് നമ്മൾ സുഖമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റ് കുഷൻ ഫിറ്റ് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ആംറസ്റ്റുകൾ 2 നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് ആംറസ്റ്റൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഈ പ്ലാസ്റ്റിക് പോർഷനിലൊക്കെ എന്തെങ്കിലും വൃത്തിയോടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യാം. 2 സൈഡും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആംറസ്റ്റുകൾ വാഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കുക. വീൽ ചെയറുമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളെ വീട്ടിൽ, കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ വന്നൊരു സർവീസ് നമ്മൾ തരും. എല്ലാ പാർട്സുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പാർട്സ് ചിലത് കിട്ടാത്തുണ്ടെങ്കിൽ ഒരാഴ്ച സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീൽ ചെയർ കംപ്ലൈൻ്റ് ആയിട്ട് വീട്ടിലിരിക്കില്ല. പക്ഷേ വീൽ ചെയറിൻ്റെ പാർട്സുകൾ എന്ന് പറയുമ്പോൾ നല്ല കോസ്റ്റ്ലി ആണ്, അതാണ് വിഷയം. പല ആളുകൾക്ക് അത് വാങ്ങിക്കാൻ കഴിയാറില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് പഴയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റായി കൊടുക്കാറുണ്ട്. പക്ഷേ പുതിയ പാർട്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല വില വരും പാർട്സിനൊക്കെ. അതാണ് ഈ വീൽ ചെയറിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ വീൽ ചെയർ വാങ്ങിക്കുന്നതിലേറെ വിലയായിരിക്കും പാർട്സ് വാങ്ങിക്കാനായിട്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 2 വർഷത്തിലോ 1 വർഷത്തിലൊക്കെ അത് ഫുൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇതുപോലത്തെ ഈ വോക്സിൻ്റെ വീൽ ചെയറൊക്കെ ഒരു 5, 6, 7 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതെ പൊടിയും ചെളിയൊക്കെ ആയിട്ട് കിടക്കുമ്പോഴാണ് ഇങ്ങനെ തുരുമ്പും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു വീൽ ചെയറാണ് ഇപ്പോൾ നമ്മൾ ഫുൾ റിമൂവ് ചെയ്തിട്ട് അഴിച്ച് നമ്മളെ സർവീസർ ക്ലീൻ ചെയ്തെടുത്ത് പെയിൻറ് ചെയ്ത് തിരിച്ച് റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ബ്രേക്ക് പാഡാണ്. 2 സൈഡിലും നമ്മൾ മാനുവൽ മോഡിൽ ഉപയോഗിക്കുമ്പം ബ്രേക്ക് പാഡ് വരും. അപ്പോൾ ബ്രേക്ക് പാഡ് ഈ ഒരു പൈപ്പിലാണ് ഫിറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെയാണ് ഫിറ്റ് ചെയ്യുക. കറക്റ്റ് നെട്ടും ബോൾട്ടൊക്കെ മുറുക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണം എന്താ പറയുക, നമ്മളെ വീലുമെന്ന് ഒരു ശകലം അകലെ നിർത്തിയിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ കിട്ടത്തുള്ളൂ, ബ്രേക്ക് ഇടുമ്പോൾ കിട്ടത്തുള്ളൂ. കൂടുതൽ അകലത്തിലേക്ക് വെച്ചാൽ കിട്ടില്ല. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. എന്തെങ്കിലും ടയർ തിരിയുമ്പം ഒരതെന്നൊക്കെ പ്രശ്നങ്ങൾ, അപ്പം ജാമാകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് സെറ്റ് ഫിറ്റ് ചെയ്തു. എന്നിട്ടൊന്ന് ബ്രേക്ക് ഇട്ടൊക്കെ നന്നായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫുള്ള് കറക്കിക്കാം. അപ്പോൾ 2 സൈഡും ഫിറ്റ് ചെയ്ത് നമ്മൾ ഫുള്ളൊന്ന് മൂവ് ചെയ്ത് നോക്കി, എവിടെയും ജാം ആവുന്നൊന്നുമില്ല. കറക്റ്റായിട്ട് നല്ല ബ്രേക്കായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ്റെ ബാക്കിൽ ഇവിടെ ഇത് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി 2 സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചാരിയിരിക്കുമ്പം ഇത് താഴേക്ക് ഇങ്ങനെ ലൂസായിട്ട് പോകും. അപ്പോൾ അതിനായിട്ട് 2 സ്ക്രൂ ആണ്, അത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ 2ഉം ഇട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യൻ ഫിറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇരിക്കുന്ന നമ്മളുടെ സീറ്റ്, അതിൻ്റെ അടിയിൽ വരുന്ന റെക്സിനാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും സ്ക്രൂ ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്യുക. അതിൽ വെൽക്രോ വരിക, അതിൻ്റെ മുകളിലാണ് നമ്മൾ കുഷ്യൻ ഒട്ടിച്ച് വെക്കുക.
അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് ഉണ്ടാവും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം നമ്മൾ ലോണ്ടറിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഊരി വെക്കണം. ഊരി വെച്ചിട്ട് ഇത് സൈഡിൽ ഇടണതാണ് സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ട്. ഊരി വെച്ചിട്ട് ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ആദ്യം ഈ സംഭവം നമ്മൾ ഊരി വെച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹോൾ ഉണ്ടാവും. ഓക്കെ, ആ ഹോളിലേക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കയറ്റി വെക്കുക. കറക്റ്റ് സ്ക്രൂ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണത്. അല്ലെങ്കിൽ നമ്മളെ ആ പോളിസ്റ്റർ കീറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനകത്ത് കയറ്റിയിട്ടാൽ കറക്റ്റ് ആ സ്ക്രൂ ഹോളിൻ്റെ ഭാഗത്തേക്ക് അത് വരും. അപ്പോൾ നമ്മളെ എല്ലാ സ്ക്രൂവും അതിനകത്ത് ഇങ്ങനെ ഹോൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കട്ടെ. അതേപോലെ 5 സ്ക്രൂ എങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പോൾ 5 സ്ക്രൂവും 5 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ 5 സ്ക്രൂ ഇതേപോലെ ഹോൾ കറക്റ്റ് ചെയ്തിടുക. ഇനി അപ്പുറത്തെ സൈഡത്തെ പ്ലാസ്റ്റിക് നമ്മൾ ഇതേപോലെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് നമ്മൾ അലക്കുമ്പം അത് റിലീസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. പിന്നെ ആ പാർട്സ് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല, അത് മൊത്തത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ഇങ്ങനെ ചെറിയ പീസൊക്കെ എടുത്തിട്ട് ഹോളൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അഥവാ ഇനി ബൈചാൻസ് പൊട്ടിപ്പോവുകയാണെങ്കിൽ കനം കുറഞ്ഞ ഇരുമ്പിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് ഹോളിട്ടിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്ക്രൂസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന കണ്ടോ, ഇത് ഫ്രീഡം ലൈഫിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലായിടത്തും വീൽ ചെയർ സെയിൽസ് മാത്രമാണ് ഉണ്ടാവുക. സർവീസിൻ്റെ കാര്യത്തിൽ പലരും ഒന്നും ചെയ്യാറില്ല. അതൊക്കെ മാനുഫാക്ചർ സർവീസാണ് ഉണ്ടാവുക. പക്ഷേ ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഓൺ സൈറ്റ് സർവീസാണ് തരിക. അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ. ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ, ഓരോരുത്തർ വിളിച്ച് പറഞ്ഞ് നമ്മൾ പാർട്സ് വരുത്തി വെച്ചാണ്. കുഷ്യൻസ് ഉണ്ട്, ബാറ്ററി ബോക്സ് ഉണ്ട്. ഈ ഇരിക്കുന്ന ബാറ്ററി ബോക്സ് ആണ്. ഇത് മാനുവൽ വീൽ ചെയറിൻ്റെ വീലാണ്. ഇത് ഇലക്ട്രിക് വീൽ ചെയറിൻ്റെ ഫ്രണ്ട് വീല്, ബാക്ക് വീലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബോക്സിൻ്റെ ഒക്കെ വീലുകൾ ഇഷ്ടം പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്സുകൾ, ജോയ്സ്റ്റിക്ക്, റിമ്മ്, ഗിയർ ബോക്സ്, അങ്ങനെ എല്ലാ പാർട്സുകളും A to Z പാർട്സുകൾ ഫ്രീഡം ലൈഫിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങളുടെ വീൽ ചെയർ ഏതാണ് ആ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ള പാർട്സുകളാണ് നമ്മൾ എത്തിച്ച് സർവീസ് ചെയ്ത് തരിക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എല്ലാ ആളുകളും വീൽ ചെയർ വിൽക്കുന്നുണ്ട്. പക്ഷേ സർവീസ്, പാർട്സ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് പറഞ്ഞതാണ് ഇലക്ട്രിക് വീൽ ചെയറിനെ കുറിച്ചിട്ട് കൂടുതൽ മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് വീൽ ചെയർ വിൽക്കുന്നതിലേറെ സർവീസിലാണ് ഫ്രീഡം ലൈഫ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാർട്സുകളും നമ്മൾ വഴി കിട്ടുന്ന, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പാർട്സുകളും നിങ്ങളുടെ ആവശ്യാർത്ഥം നമ്മൾ വരുത്തി തരും. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റ് വെക്കുന്നതിന് നമ്മൾ ജോയ്സ്റ്റിക്ക് ഫിറ്റ് ചെയ്യാണ്. കാരണം ഇവിടെ ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ആംബ്രസ്റ്റിൻ്റെ മേലത്തെ കുഷ്യനും ജോയ്സ്റ്റിക്ക് വെക്കാനുള്ള അതിൻ്റെ സെറ്റിങ്സും ഇവിടെ ഫിറ്റ് ചെയ്യാണ്. ഈ കാണുന്നതാണ് ജോയ്സ്റ്റിക്ക് വെക്കാനുള്ള പാർട്സ്. അത് നമ്മൾ ആംബ്രസ്റ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളെ ആംബ്രസ്റ്റിൻ്റെ കുഷ്യൻ ഫിറ്റ് ചെയ്യുക. ആംബ്രസ്റ്റിന് മുകളിൽ വെച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുക. ഇതേപോലെ 3 സ്ക്രൂ ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ വരിക. ഇവിടെ വരുന്ന നമ്മളെ ജോയ്സ്റ്റിക്കിൻ്റെ കേബിള് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലോക്കാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കണം. ലാസ്റ്റാണ് വരിക. ഇതാണ് നമ്മളെ ജോയ്സ്റ്റിക്കിൻ്റെ പാർട്സ് വരുന്നത്. ജോയ്സ്റ്റിക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു. ഇനി ജോയ്സ്റ്റിക്കിൻ്റെ കേബിള് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ലോക്കും നമ്മളവിടെ ഫിറ്റ് ചെയ്തു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജോയ്സ്റ്റിക്ക് ഫിറ്റ് ചെയ്യുന്ന പാർട്സിൻ്റെ സ്ക്രൂ എടുത്തിട്ട് ഒരിക്കലും ഇവിടെ എടുത്താൽ അത് നീളം കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ ഇവിടുത്തെ എടുത്തിട്ട് അവിടെ എടുത്താൽ നീളം കുറവായിരിക്കും. അത് നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കത് ഫിറ്റ് ചെയ്യാനൊക്കത്തില്ല. ജോയ്സ്റ്റിക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ജോയ്സ്റ്റിക്കിൻ്റെ നമ്മൾ ആ വീൽ ചെയർമ ഘടിപ്പിക്കുന്ന ഭാഗം ആദ്യം ജോയ്സ്റ്റിക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ജോയ്സ്റ്റിക്ക് കിട്ടുക. അത് പഴയ ജോയ്സ്റ്റിക്ക് തന്നെയാണ്, നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ജോയ്സ്റ്റിക്ക് കൂടെ ഫിറ്റ് ചെയ്യാണ്. നമ്മളെ ജോയ്സ്റ്റിക്കിൻ്റെ പാർട്സിനകത്തേക്ക് ജോയ്സ്റ്റിക്ക് കയറ്റി വെച്ച് ഇവിടെ ലോക്ക് ചെയ്തു. വേറെ കിട്ടും. നമ്മൾ ജോയ്സ്റ്റിക്കിൻ്റെ സംഭവം ഫിറ്റ് ചെയ്തു. കേബിള് ഇതിവിടെ ലോക്ക് ചെയ്തു. ഇനി കേബിൾ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ മോട്ടറിനകത്ത് നമ്മളെ കേബിൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നമ്മൾ സർവീസൊക്കെ വരുമ്പം പലപ്പോഴും ജോയ്സ്റ്റിക്ക് കമ്പനിയിലേക്ക് അയക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് അയക്കുക, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. നമ്മളെ ജോയ്സ്റ്റിക്കിൻ്റെ വയറുകൾ ഇതിനകത്ത് കൂടെ അകത്തേക്ക് ഇടുകയാണ് ചെയ്യുക.
ഇനി നമ്മളുടെ വീൽ ചെയറിൻ്റെ ഹോണ്, ഇത് പഴയ മോഡലിൽ മാത്രമാണ് ഇങ്ങനത്തെ ഹോണ് വരുള്ളൂ കേട്ടോ. പുതിയ മോഡലിനൊക്കെ ജോയിസ്റ്റിക്ക് തന്നെയാണ് ഹോണ് വരുന്നത്. അപ്പോൾ ഹോണ് നമ്മളെ ഈ സെൻട്രൽ ക്രോസ് ബാറിൽ ഇതേപോലെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഹോണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുറച്ച് ടാഗുകൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ജോയിസ്റ്റിക്കിൻ്റെ വയർ കറക്റ്റ് ഇതേപോലത്തെ ടാഗ് വെച്ചിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. കാരണം നമ്മൾ വീൽ ചെയർ ഓടിക്കുമ്പം അത് അവിടെ ഇവിടെ തടയാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഓരോ സംഭവം നമ്മൾ ഈ ക്രോസ് ബാറിൽ കൊടുത്തിട്ട് നമ്മൾ ടാഗ് ചെയ്ത് വെക്കുക. അതേപോലെ കറക്റ്റ് ഇതേപോലെ ടാഗ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ അതവിടെ ഫിറ്റായിട്ടിരിക്കുക. അതുപോലെ സർവീസിന് വേണ്ടി ഇത് ഊരുമ്പോഴും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടാഗ് പൊട്ടിച്ചിട്ട് വേണം ഇത് ഊരെടുക്കാനായിട്ട്. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ട് ആ പ്ലഗ് കറക്റ്റ് പുറത്തേക്ക് കാണുന്ന പോലെ ഇതേപോലെ വെക്കുക. ഈ പ്ലഗിനകത്തേക്കാണ് നമ്മളെ ജോയിസ്റ്റിക്ക് കണക്ട് ചെയ്യുക. ആ കാണുന്ന ലോക്ക് കണ്ടോ, ആ ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിസ്റ്റിക്ക് ഇതേപോലെ ഊരാനും കിട്ടും. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റും റൈറ്റും ജോയിസ്റ്റിക്കിൽ വയറും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക, എവിടെയാണ് ലെഫ്റ്റ് എവിടെയാണ് റൈറ്റ് എന്നുള്ളത്, ഏത് കേബിളാണ് വരുന്നത് എന്നുള്ളത്. ആ കേബിൾ മാത്രം ലെഫ്റ്റ് മോട്ടറും റൈറ്റ് മോട്ടറും കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീൽ ചെയർ ഓടിക്കുമ്പം ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ റൈറ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകും. അപ്പം അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ നമ്മൾ നേരെ മുൻകൂട്ടി കണ്ടിട്ട് അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ വയറ് ഫസ്റ്റ് ഊരുമ്പോൾ തന്നെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് മാർക്കർ എന്തെങ്കിലും ഉപയോഗിച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും മാറത്തില്ല. ഇനി നമ്മളെ ജോയിസ്റ്റിക്കിൻ്റെ കേബിളുകളാണ്. ഇതേപോലെ 4 കേബിളുകൾ ഉണ്ടാവും. ഒന്ന് പവർ കേബിളാണ്, 2 ലെഫ്റ്റ് റൈറ്റ് മോട്ടറാണ്, ഒന്ന് ഹോണാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്യണം. ജസ്റ്റ് സിമ്പിളാണ്, ജസ്റ്റ് വെച്ച് അമർത്തിയാൽ മതി കേട്ടോ. ഊരാൻ മാത്രമാണ് നമ്മളത് അൺലോക്ക് ചെയ്യേണ്ടതുള്ളൂ. ഈ കാണുന്ന പോലെ ഉണ്ടോ, ഇതേപോലെ ഇവിടെ ഒരു പ്ലഗ് വരും, ഇതേപോലെ ഇവിടെ 2 പ്ലഗാണ് വലുത്. അതുപോലെ ഹോണിൻ്റെ ചെറിയൊരു പ്ലഗ് ഇതേപോലെ വരും. അപ്പോൾ അത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തു. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അത് ഊരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കണക്ട് ചെയ്യാൻ പറ്റും. ഉണ്ടോ. ഇനി നമ്മൾ മേളിലും അതേപോലെ തന്നെ ടാഗ് ചെയ്ത് കൊടുക്കുക. വയർ ഒരിക്കലും ലൂസായി കിടക്കാൻ പറ്റില്ല. ലൂസായി കിടന്നു കഴിഞ്ഞാൽ വീൽ ചെയർ ഓടുമ്പം വൈബ്രേറ്റ് ചെയ്തിട്ട് അത് ഇളകാനും വീൽ ചെയറിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആരുടെങ്കിലൊക്കെ വീൽ ചെയർ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഓടാത്ത പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ ഈ കാണിച്ച 2 പ്ലഗുകളും ശ്രദ്ധിക്കുക. അതൊന്ന് ഊരിയിട്ട് അതിനകത്ത് പൊടിയോ കാര്യങ്ങളോ കച്ചറയൊക്കെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് കുത്തി കഴിഞ്ഞാൽ ജോയിസ്റ്റിക്ക് നമുക്ക് കിട്ടും. കാരണം ജോയിസ്റ്റിക്ക് പോയതായിരിക്കില്ല, അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീൽ ചെയറിൻ്റെ ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 14,000 രൂപയോളം വില ഉണ്ട് ഈ ബോക്സിൻ്റെ ഒക്കെ. അപ്പോൾ അത് മാറ്റുന്നതിന് പകരം ജസ്റ്റ് ആ പിന്നൊക്കെ ഒന്ന് അഴിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോയിസ്റ്റിക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്ലഗ്. ഇതേപോലത്തെ 2 പ്ലഗുകൾ വരും. ആ പ്ലഗുകൾ നമ്മൾ അഴിച്ച് ജസ്റ്റ് ഇവിടെ ഒരു ലോക്ക് കാണുന്നുണ്ട്. ആ ലോക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അൺലോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഊരാൻ കിട്ടും. ഊരി കഴിഞ്ഞിട്ട് കറക്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കളഞ്ഞതിൻ്റെ ശേഷം തിരിച്ചു കുത്തിയാൽ മാത്രം മതിയാവും. ചിലത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. ജോയിസ്റ്റിക്ക് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. കാരണം എല്ലാം അഴിച്ചെടുത്ത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിറ്റിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ ബാറ്ററി മാറ്റുന്ന വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക, എങ്ങനെയാണ് ഈ ബോക്സിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുക, ഏത് ബാറ്ററിയാണ് മാറ്റുക എന്നൊക്കെ ഉള്ളത്. എന്ത് വേണമെങ്കിലും നിങ്ങൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പാർട്സുകളെല്ലാം നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. സംഭവം ഫിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് സപ്പോർട്ടും തരും. അതിനും പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സർവീസ് നമ്മൾ അയക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ബാറ്ററിയുടെ മാറുന്ന വീഡിയോയുടെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വീൽ ചെയറിൻ്റെ ബാറ്ററി മാറ്റുക എന്നുള്ളത് അറിയാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തു. ഇനി ജസ്റ്റ് നമ്മൾ ഓണാക്കി നോക്കുകയാണ്. പവർ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കച്ചറായി കിടന്ന വീൽ ചെയറാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്നാലും വീൽ ചെയറിൻ്റെ ജോയിസ്റ്റിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു സംഭവം മാത്രം മാറ്റണമെങ്കിൽ 14,000 രൂപയോളം നമുക്ക് വില വരും. അപ്പോൾ പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഹോണൊന്ന് നമ്മൾ അടിച്ചു നോക്കുകയാണ്. ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്, സ്പീഡ് ബട്ടൺ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീൽ ചെയർ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീൽ ചെയർ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. വീൽ ചെയർ മൂവ് ആവുന്നുണ്ട്. കാരണം ഉപയോഗിക്കാൻ പറ്റൂല എന്ന് കരുതിയിട്ട് ഒഴിവാക്കിയ വീൽ ചെയർ ആണിത്.
അതായത് കച്ചറയിൽ സ്ക്രാപ്പിൽ കൊടുക്കേണ്ട രൂപത്തിലായിരുന്ന ഒരു വീൽ ചെയർ ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ആ ഒരു വീൽ ചെയർ ആണ് നമ്മൾ എടുത്തു കൊടുത്ത് പെയിന്റ് അടിച്ച് പുതിയ രൂപത്തിലാക്കിയിട്ട് ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വീൽ ചെയർ ഒരിക്കലും നല്ല വിലയുള്ള വീൽ ചെയറുകളൊന്നും ഒഴിവാക്കേണ്ടതല്ല. കാരണം നമുക്കത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതാ ഇരിക്കുന്ന അപ്പോളിസ്റ്ററി ഇവിടെ ഫിറ്റ് ചെയ്യാണ്. ഈ അപ്പോളിസ്റ്റർ കീറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ കിട്ടും കേട്ടോ. കാരണം പുതിയ കിട്ടണമെങ്കിൽ പറഞ്ഞല്ലോ, ഏകദേശം ഇത് രണ്ടും മാത്രം കിട്ടണമെങ്കിൽ 3000-ഓളം രൂപ കമ്പനിയിൽ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം പഴയ തന്നെ റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ലോക്കലി അപ്പോളിസ്റ്റർ ചെയ്യുന്ന ആളുകളടുത്ത് പോയിട്ട് ഈ സംഭവം കൊണ്ടേ കൊടുത്തിട്ട് കറക്റ്റ് അളവിന് അടുപ്പിച്ചാൽ മതി, കറക്റ്റ് നമുക്ക് ചെയ്ത് കിട്ടും. അപ്പം കാറിൻ്റെ സീറ്റും അതുപോലെ ബൈക്കിൻ്റെ കുഷനൊക്കെ അടിക്കുന്ന ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ അവർ ചെയ്തു തരും. അവിടെ നിന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ പുതിയത് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുക. ഈ കാണുന്ന പോലെ എല്ലാ സ്ക്രൂവും നമ്മൾ എടുത്ത് വെക്കണം. പോയ സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ലോക്കലി ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിക്കുക. ഇതിനകത്തൊരു വാഷർ വരുന്നുണ്ട്. ഈ വാഷർ കൊണ്ട് ഇട്ടിട്ട് വേണം ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുഷൻ കീറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു സൈഡിൽ 5 സ്ക്രൂ വരും, അതുപോലെ മറ്റേ സൈഡിലും 5 സ്ക്രൂ വരും. ആ സ്ക്രൂ നമ്മൾ കറക്റ്റ് നമ്മളുടെ വീൽ ചെയറിൻ്റെ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഓരോന്നും നല്ലോണം ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ മാത്രമേ ഉള്ളത് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുക. കുറച്ച് സമയം എടുത്താലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം ഒരു വീൽ ചെയർ ഒക്കെ അഴിച്ച് ഫുൾ റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസത്തോളം സമയം എടുക്കും നമുക്ക്. അപ്പോൾ മാത്രമുള്ളത് കറക്റ്റ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു ജോലിയല്ല, നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് ഏകദേശം കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യനും ഇതേപോലെ ഫിറ്റ് ചെയ്തു. അതുപോലെ സീറ്റ് ഇരിക്കുന്ന സീറ്റിൻ്റെ അപ്പോളിസ്റ്ററി നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തു. രണ്ടും പഴയ തന്നെ എടുത്ത് ഫിറ്റ് ചെയ്തേക്കാണ്, പുതിയത് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ജോയിസ്റ്റിക്ക് ഫിറ്റ് ചെയ്തു. ഏകദേശം എല്ലാ പരിപാടികളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ കുഷ്യൻ അതിൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ കുഷ്യൻ നമ്മൾ കഴുകി ലോണ്ടറിയിൽ കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഷ്യൻ പൊടിഞ്ഞു പോയതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ കുഷ്യൻ വാങ്ങിക്കണം. അല്ലെങ്കിൽ പഴയ കുഷ്യൻ തന്നെ നമുക്ക് അലക്കിയിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ആ കുഷ്യൻ രണ്ടും നന്നായിട്ട് അലക്കി ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചൊക്കെ കീറിപ്പോയി, എന്നാലും ഇത് അപ്പോളിസ്റ്ററി കൊടുത്തിട്ട് ഇതേപോലെ ബാക്കിലൊരു ലെതർ കഷ്ണം വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇത് കൊടുന്നേക്കാണ്. കറക്റ്റ് ഫ്രണ്ടിലേക്ക് കുഴപ്പമൊന്നുമില്ല, ബാക്കിൽ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഷീറ്റ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് അത് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുഷ്യൻ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഏകദേശം പഴയ ഉപയോഗശൂന്യമായിട്ടുള്ള വീൽ ചെയർ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് പുതിയൊരു വീൽ ചെയർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഫൂട്ട് റെസ്റ്റ് ആണ് വെക്കുന്നത്. ഫൂട്ട് റെസ്റ്റ് നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൂട്ട് റെസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. 2 ഫൂട്ട് റെസ്റ്റ് ആണിത്. ഇതും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചേക്കാണ് കേട്ടോ. നന്നായിട്ട് വൃത്തിക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ബ്ലാക്കിലാണ്. അപ്പോൾ കാണാൻ ഒന്നുകൂടിയും വൃത്തി ഉണ്ടാവും കംപ്ലീറ്റ്ലി. അപ്പോൾ 2 ഫൂട്ട് റെസ്റ്റും ക്ലീനായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഫൂട്ട് റെസ്റ്റ് ലോക്കൊക്കെ നമ്മൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും കേട്ടോ. പാർട്സ് നമുക്ക് ചെറിയ ചെറിയ പൈസക്ക് കിട്ടും. 2 ഫൂട്ട് റെസ്റ്റും നമ്മൾ ഏകദേശം ഇതിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കണ്ട രൂപം ഇപ്പോൾ കാണുന്ന രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും. വീൽ ചെയർ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ആൻറ്റി ടിപ്പർ, ബാക്കത്തെ ആൻറ്റി ടിപ്പറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല, അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ 2 ആൻറ്റി ടിപ്പർ ഇട്ടു. ഇനി ബാറ്ററി കണക്ട് ചെയ്യും. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാണ്. ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോൾ വീൽ ചെയർ ഇത് ഇവോക്സിൻ്റെ 105E എന്ന് പറഞ്ഞ വീൽ ചെയർ ഒരാൾ ഉപയോഗിച്ചിട്ട് കുറേ വർഷങ്ങൾ ഉപയോഗിച്ചിട്ട് അത് തീരെ ഉപയോഗിക്കാൻ പറ്റാതെ സ്ക്രാപ്പിൽ കൊടുക്കേണ്ട രൂപത്തിലാക്കിയ ഒരു വീൽ ചെയർ ആയിരുന്നത്. ഇതേപോലെ കണ്ടോ, ബ്ലാക്ക് കളർ, നമ്മൾ ബ്ലാക്കാണ് അടിച്ചത്. ഏത് കളർ നിങ്ങളെ ഓപ്ഷൻ അനുസരിച്ച് കളർ അടിക്കാം കേട്ടോ. അപ്പം പലർക്കും പല കളറായിരിക്കും താല്പര്യം. നമ്മൾ ബ്ലാക്കാണ് അടിച്ചത്. ബ്ലാക്ക് അടിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം പല കളറും ഏത് കളറാണ് നമ്മൾ പറയുന്നത് ആ കളറ് നമുക്ക് പെയിൻ്റ് അടക്കാർ അടിച്ചു തരും. ഇതേപോലെ കണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളൊരു വീൽ ചെയറിനെ റീമേക്ക് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വീൽ ചെയറുകൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത്യാവശ്യം പാർട്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം വീൽ ചെയറുകൾ സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇവോക്സിൻ്റെ 105E എന്ന് പറഞ്ഞ വീൽ ചെയർ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് റീമേക്ക് ചെയ്തെടുത്തേക്ക്. കംപ്ലീറ്റ് റീമേക്ക് എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ ഒരു കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല.
അത് നമ്മുടെ വിഷ്ണു കംപ്ലീറ്റ് ഇത് പാർട്സ് ആക്കി ഓരോന്നും അഴിച്ചെടുത്തിട്ട് ഓരോ പാർട്സും പ്രത്യേകം പെയിന്റ് കടയിൽ കൊണ്ട് സ്പ്രേ പെയിന്റ് ചെയ്തിട്ട് കൊടുന്ന് റീഫിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ വീൽ ചെയർ ആയിട്ട് ഇത് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വീൽ ചെയറുകൾ സർവീസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പറ്റാത്ത ആളുകൾ നമ്മൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒന്നുകിൽ വീൽ ചെയർ ഇങ്ങോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ വീൽ ചെയറുകൾ സർവീസ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏത് വീൽ ചെയർ സർവീസ് ആണെങ്കിലും, ചെറിയ സർവീസ് ആണെങ്കിലും വലിയ സർവീസ് ആണെങ്കിലും ഒക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളെ വീൽ ചെയർ നമ്മൾ വന്നിട്ട് സർവീസ് ചെയ്ത് തരും. പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കിട്ടുന്ന പാർട്സുകൾ, ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന പാർട്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സർവീസ് ചെയ്യും, ഏത് കമ്പനിയുടെ വീൽ ചെയർ ആണെങ്കിലും. അപ്പോൾ ആർക്കെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി വീൽ ചെയറുകൾ, പുതിയ വീൽ ചെയറുകൾ സ്റ്റോക്ക് ഫ്രീഡം ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് വീൽ ചെയർ ആണെങ്കിലും കുറഞ്ഞ വിലയിൽ ഒരാഴ്ചയാണ് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഡെലിവറി ആയിട്ട് എത്തിച്ചേരും. എല്ലാ വീൽ ചെയറുകൾ റിവ്യൂ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. A to Z കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രീഡം ലൈഫ് വീൽ ചെയർ ഷോപ്പി എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ലൈഫ് വീൽ ചെയർ ഷോപ്പി എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതുപോലെ യൂട്യൂബ് ചാനൽ ഫ്രീഡം ലൈഫ് ബൈ ബദറുസ്സമാൻ എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇതിലെല്ലാം നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും വരും. പുതിയ വീൽ ചെയറുകൾ വന്നതിൻ്റെ റിവ്യൂ വരും. അതുപോലെ തന്നെ വീൽ ചെയർ സർവീസുകൾ വരും. വീൽ ചെയർ എങ്ങനെയാണ് വാങ്ങുക, എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക എന്നൊക്കെ അതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ പേജ് എല്ലാം ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സർവീസ്, പാർട്സ്, വീൽ ചെയർ പുതിയ വാങ്ങിക്കാൻ ഫ്രീഡം ലൈഫുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ വീൽ ചെയർ ഉപയോഗിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എത്തിക്കണം. കാരണം അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും 1000 നന്ദി.